കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നയനെ ഭീഷണിപ്പെടുത്തുവാണ് നവ്യ. താൻ പ്രഗ്നന്റ് അല്ലെന്നുള്ള സത്യം ആരോടും തുറന്നു പറയില്ലെന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശേഷങ്ങളും പിന്നീട് അബിക്കും ജലജിക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നവ്യയിൽ ഒരു ലക്ഷണങ്ങളും കണ്ടില്ല ആ മെഡിസിൻ കഴിച്ചിട്ട്. അപ്പൊ അതിന്റെ പേരിലുണ്ടാകുന്ന സംശയങ്ങളും അതൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ആദർശാണ് വല്ലാത്ത ടെൻഷനായിരുന്നു ഈ ഡിന്നർ ഒരുക്കിയപ്പോ തൊട്ട് ഇങ്ങോട്ട് വന്ന് കേറിയപ്പോ തൊട്ട്. കാരണം ദേവേനയുടെ അതേ ഒരു മുഖത്തോടുകൂടിയാ ദേവേന ഇരിക്കുന്നത്. അപ്പൊ തന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ അനിയോട് പറയുന്നുണ്ട്. അനിയാണ് നല്ല കൂളായിട്ട് എടുത്തത് ഇതൊക്കെ. അതെ ഏട്ടനെ വല്യമ്മേൻ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഏട്ടത്തിക്ക് കൊടുക്കേണ്ട സ്നേഹം ഏട്ടത്തിക്ക് കൊടുക്കണം, അല്ലാതെ എപ്പോഴും വല്യമ്മേനെ പേടിച്ചിരുന്ന ജീവിതം മുന്നോട്ട് പോലെന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ആദർശ് നേരെ ആ ഹാളിലേക്ക് വരുമ്പോൾ നയനെ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ നയനെ വിളിച്ചോണ്ട് നവ്യ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് ആ ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നവ്യനെ വിളിച്ച് മാറ്റിയെടുത്തി പറഞ്ഞു, എനിക്കറിയാം നീ പറയാൻ വന്ന കാര്യം എന്താന്ന് എനിക്കറിയാന്ന് പറയാം. അല്ല അതെങ്ങനെ ചേച്ചിക്കറിയാവുന്നേ? എനിക്ക് നിന്റെ മുഖം മാറുമ്പോൾ അറിയാൻ മേലേ. ആദർശനോട് നീ പറയാൻ വന്നേ എന്താ? ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയാൻ വന്നല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ആ ഡോക്ടറോട് പറഞ്ഞ അതേ കാര്യം തന്നെ നിന്നോട് പറയാനുള്ളേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഡോക്ടറോട് പറഞ്ഞ പോലെ ഞാനൊരു കത്തിയെടുത്ത് എന്റെ കഴുത്തങ്ങോട്ട് കണ്ടിക്കുള്ളൂ. പിന്നെ എനിക്ക് നിനക്കൊക്കെ എന്നെ ജീവനോടെ കാണാൻ പറ്റില്ല. എന്റെ മരണത്തിന് നീ സാക്ഷിയാണ്ട് വരുമെന്ന് പറയാം. നയന് പറഞ്ഞു, എന്താ ചേച്ചി പറയണേ? ചേച്ചി എന്താ ആലോചിച്ചിട്ടാ പറയണേ? ഇതേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഡെലിവറി സമയമാകും. അപ്പൊ ചേച്ചി എന്ത് ചെയ്യുന്നു വെക്കാണ് ഇങ്ങനെ ഈ കള്ളത്തരം പറഞ്ഞ് കൂട്ടിക്കൂട്ടി വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എല്ലാവരുടെ മുന്നിൽ പിടിക്കപ്പെടില്ല എന്ന് വെക്കണം. അതോർത്ത് നീ വിഷമിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് ഈ നവ്യക്കറിയാം. ഇത്രയും വരെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഇനി ബാക്കി കാര്യം കൂടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. ചേച്ചി ഈ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ചേച്ചി ഇനിയെങ്കിലും എല്ലാവരും തുറന്നു പറയണ സത്യങ്ങള്. റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാ ഇപ്പൊ പറയണ. ഒരുപക്ഷെ എല്ലാരും ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലെങ്കിൽ തന്നെ ചേച്ചി അന്ന് ആലോചിച്ച് നോക്കി, ചേച്ചി ചെയ്യുന്ന കാര്യം എത്ര വലിയ കുറ്റമെന്ന്. കാരണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്ക് എന്ത് പ്രതീക്ഷയോട് കൂടിയാന്നറിയാവോ ഒരു കുഞ്ഞിക്കാല് കാണാനായിട്ട് കാത്തിരിക്കുന്നേ. അത് അമ്മയും നമ്മുടെ അമ്മയുടെ മുഖം ഒന്ന് ഓർത്ത് വയ്ക്കേ. അമ്മ എല്ലാവരും മുന്നിൽ നാണം കിടില്ലേ ചേച്ചി. അമ്മ വളർത്തിയതിന്റെ ദോഷം കൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തെന്നല്ലേ വരുവുള്ളൂ. ചേച്ചിക്ക് മാത്രമല്ല എനിക്കും ഈ വീട്ടിൽ പിന്നെ നിലനിൽപ്പില്ലാണ്ടാവും. നമ്മൾ രണ്ടും പുറത്തു പോകേണ്ട വരും. അപ്പൊ നിനക്ക് അതോർത്തിട്ട പേടിയില്ലേ? എന്റെ കാര്യത്തിലല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അതിപ്പൊ തന്നെ നീ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അറിയാലോ ഈ നവ്യ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുമെന്ന് പറയണം. ഇത്രമാണ് നവ്യ ഒരു കുലുക്കും ഇല്ലാതെ അങ്ങോട്ട് പോവാണ്. നയനയ്ക്കാണ് സമനില തെറ്റി. എന്റെ ഭഗവാൻ ഇനിയിപ്പോ താൻ എന്ത് ചെയ്യും? ആദർശനോട് പറയുവാണെങ്കിൽ പകുതി സമാധാനം ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശാണ് ഒരിക്കലും തന്നോട് ക്ഷമിക്കില്ല. ഇത്രയും നാള് മറച്ചു വെച്ചിരുന്നാന്ന് ചേച്ചി ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ആ സമയത്ത് എന്താ കള്ളത്തരം പറയാൻ പോണേന്ന്. ഒരുപക്ഷെ തനിക്കെല്ലാം അറിയായിരുന്നു. താൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പോലും ചേച്ചി പറഞ്ഞു വരുത്തും. അതറിയാവുന്നതുകൊണ്ടാ ആദർശനോട് എല്ലാം പറയാന്ന് കരുതിയത്. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ കൃഷ്ണ, നീ ആയിട്ട് എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണേന്ന് പറയാം. പിന്നീട് ആദർശം നയനെ എടുത്ത് വയ്ക്കും. നയന ഇങ്ങനെ മാറി നിൽക്കുകയാണ്. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? നിനക്ക് എന്നോട് എന്തോ ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. അത് നവ്യനെ കുറിച്ച് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ആദർശേട്ടാ ഒന്നുമില്ല, ഞാൻ ആ വളകാപ്പ് ചടങ്ങിനെ കുറിച്ചൊക്കെ പറയാൻ വന്നാന്ന് പറയാണ്. എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാം. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നയനെ പതുക്കെ തടി തപ്പുവാണ്. ഈ സമയത്ത് അബിക്ക് ടെൻഷനായി. ഇതുവരെയായിട്ടും അവൾക്ക് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഒന്നും ഒമിറ്റ് ചെയ്തോളൂ. പിന്നീട് ഒരു കുഴപ്പമില്ല. അബി നേരെ ജലജനെ വിളിച്ചോണ്ടെങ്കിൽ മാറിപ്പോവാണ്. അല്ലമ്മേ, ഇത്ര സമയമായി അവൾക്ക് ഒരു ലക്ഷണങ്ങളും കാണുന്നില്ലോ. അല്ല അതെന്താ? അവൾക്ക് വയറുവേനയില്ല, ഛർദിയില്ല. അതെ ആ ഗുളിക ഏറ്റില്ലെന്ന് തോന്നണം മോനെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആ ഡോക്ടറെ ഒന്നുകൂടെ വിളിക്കാം. ഒന്നുകൂടെ വിളിച്ചിട്ട് ഗുളിക മാറ്റിത്തരാൻ പറഞ്ഞാലോ? അബി പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല. എത്ര ഗുളിക എന്തൊക്കെ നടത്തി. ഇതിനു മുമ്പ് ജ്യൂസ് കലക്കി കൊടുത്തു നോക്കി, എന്നിട്ടും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയിട്ടില്ല. അതിനർത്ഥം എന്താ? ഇത് മിക്കവാറും എന്നെ കൊണ്ട് പോകാനായിട്ടുണ്ടായിരിക്കും സന്തതിയാണെന്നാ തോന്നുന്നതെന്ന് അബി പറയാണ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഇനി വളകാപ്പ് ചടങ്ങിന് 2-3 ദിവസം കൂടെ ഉണ്ടല്ലോ. ആ ദിവസത്തിലുള്ള നമുക്ക് എന്തേലും ചെയ്യാന്ന് പറയണം. ചെയ്താൽ നല്ല. കണ്ടോ അവൾ എത്രമാത്രം സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കണ്ടേന്ന് ചോദിക്കണം. അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടിയ സമയമാണല്ലോ. പിന്നീട് ഓരോരുത്തരുടെ അവരുടേതായ രീതിയിൽ പോലെ സെക്ഷനായിട്ട് തിരിഞ്ഞ് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ്.
പിന്നീട് ആദർശിനെ നയനെ ഫോട്ടോ എടുക്കാനായിട്ട് വിളിക്കുക. അനി പറഞ്ഞു വന്നെടുക്കുക ഏട്ടാ ഫോട്ടോ എന്ന് പറയണ. ആദർശൊന്നും മടിച്ചു. ദേവേനെ ഇങ്ങനെ രൂക്ഷമായിട്ടാ നോക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആദർശിന് ഫോട്ടോ എടുക്കാൻ പോകാൻ തോന്നിയില്ല. മുത്തശ്ശൻ പറഞ്ഞു നീ എന്താടാ ഇങ്ങനെ പോയി നിക്കടാന്ന് പറയാം മോളുടെ അടുത്ത്. അങ്ങനെ നയനയുടെ അടുത്ത് പോയി നപ്പത്തിന് മുത്തശ്ശൻ പറഞ്ഞു എടാ തോളത്തൂടെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കടാന്ന് പറയണം. അവസാനം ഗത്യന്തരം ഇല്ലാതെ അങ്ങനെയൊക്കെ നിൽക്കേണ്ടി വന്നു. ദേവേനിക്കാണ് ഇത് കണ്ട് സഹിച്ചില്ല. എങ്ങനെയെങ്കിലും ആ ഡിന്നറിന്റെ അടുത്തൊന്ന് പോയാൽ മതി എന്നും ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയൊന്ന് വീട്ടിലെത്തിയാൽ മതി. അസൂയ അങ്ങോട്ട് പെരുത്തിട്ട് തന്റെ മോനെ അവൾ തട്ടിയെടുക്കാന്നൊരു ചിന്തയായിരുന്നു ദേവേന്റെ ഉള്ളിലുണ്ടാകുന്നത്. ഈ സമയത്ത് കനക ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഇത്രയധികം തന്റെ മോളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയാണല്ലോ കിട്ടിയത്. അവൾക്ക് വേണ്ടി ഈ വലിയ ഡിന്നറൊക്കെ ഒരുക്കിയത്. ഒരിക്കലും സ്വപ്നത്തിൽ പോലെ ചിന്തിച്ചിരുന്ന കാര്യമല്ല. അപ്പൊ അവൾക്ക് കിട്ടേണ്ട അവളുടെ സ്വഭാവത്തിന് നല്ലതായതുകൊണ്ടാ അവൾക്ക് ഇത്ര നല്ല നന്മകളൊക്കെ കിട്ടിയത്. ആ സന്തോഷത്തിലായിരുന്നു കനക. പിന്നീട് ഫുഡ് കഴിക്കാതിരിക്കുമെന്ന് ഡിന്നർ കഴിക്കാതിരിക്കുന്ന സമയത്ത് കനക നോക്കുമ്പോഴത്തേനും നയനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നയന് ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. കനയ്ക്ക് അത് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ സങ്കടം വന്നു. കനക എന്ത് ചെയ്യുവാണ്? എന്താ മോളെ നീ കഴിക്കാതെ? ഞാൻ വാരി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാരി ഇങ്ങോട്ട് കൊടുക്കുവാണ്. ഇത് കണ്ട് ജലജ പതുക്കെ ദേവേന്ദ്ര കണ്ടോ ഇളയ മോളോടെ സ്നേഹം കൂടുതൽ അവക്ക്. മൂത്ത മോള് പ്രഗ്നന്റാ, എന്നിട്ട് അവളെ മൈൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കേ. ഇത് കേട്ട് കനക കേട്ടു. കനകയ്ക്ക് സഹിക്കാൻ പറ്റുമോ? കനക പറഞ്ഞു എനിക്ക് ഇളയ മോളൊന്നും മൂത്ത മോളൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ തന്നെയാ. നവ്യ കഴിക്കുന്നുണ്ടായിരുന്നു, അപ്പം നയനമോള് കഴിക്കായിരുന്നോണ്ടാ ഞാൻ അവൾക്ക് ഇച്ചിരി വാരി കൊടുക്കാന്ന് വെച്ചേ. പിന്നീട് ആ പാത്രമായിട്ട് നേരെ നവ്യയുടെ അടുത്തേക്കുള്ളതാണ്. നവ്യയ്ക്കും വാരി കൊടുക്കുക. ഇത് കണ്ട മുത്തശ്ശനും ഭയങ്കര സന്തോഷമായി. അവരുടെ ആ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ വേണം. എത്രമാത്രം കാര്യത്തോടെയാ കനക മക്കളെ നോക്കുന്നത്. പക്ഷെ ഈ സമയത്തൊക്കെ നയനയുടെ ഉള്ളിൽ ടെൻഷനായിരുന്നു. എങ്ങനെ ഇത് അമ്മയോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം ഗുരുതരാവുന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. തുറന്നു പറയാം എത്ര നാളെന്ന് വെച്ചാൽ അത് മൂടി വെക്കുന്നത്. ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ. പിന്നീട് മുത്തശ്ശി പറഞ്ഞു അതെ ഇനിയിപ്പം നമ്മുടെ വീട്ടിലിന് അടുത്ത ചടങ്ങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളകാപ്പ് ചടങ്ങാ. ആ ചടങ്ങ് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ആൾക്കാരെ എല്ലാം വിളിച്ച് ഗംഭീരമായിട്ട് കൊണ്ടാടണം എന്ന് പറയാ. ഇത് കേട്ടതും നയന പറഞ്ഞു അത് വേണ്ട മുത്തശ്ശി എന്ന് പറയണ. നയനയുടെ ഈ പറച്ചിൽ കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചു നോക്കുക. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കനക പെട്ടെന്ന് വന്ന് ചോദിക്കുക. അല്ലമ്മ ഞാൻ എന്തുണ്ടെങ്കിലും തുറന്നു പറ. എന്താ അങ്ങനെ പറഞ്ഞ? വളകാപ്പ് ചടങ്ങ് ഗംഭീരമായിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ അതെന്താ? പാദർശനും വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞല്ലേ, അപ്പൊ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അത് ചടങ്ങൊക്കെ നന്നായിട്ട് വെക്കണ്ടേന്ന് ചോദിക്കുകയാണ്. നവ്യയിലൊരു ഞെട്ടലുണ്ടായി. ഇവളിപ്പോ എല്ലാം പൊട്ടിക്കാൻ തോന്നേ. അതോടുകൂടി തന്റെ കാര്യം തീർന്നു. ഇവിടെ വെച്ച് തന്നെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടി വരും തോന്നേ. സ്വന്തം വീട്ടിലേക്ക് പോകാനും പറ്റില്ല. കനകീത് അറിഞ്ഞിട്ടുണ്ടെ സഹിക്കുവോ? എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരിയായിട്ട് നിർത്തിയിട്ടുണ്ടെ കനകയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നവ്യ ഇത്ര വലിയ കുറ്റം ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കനയ്ക്കുന്നില്ല ആർക്ക് സഹിക്കാൻ പറ്റില്ല, കുടുംബത്തിലുള്ളവർക്ക്. ഇതോർത്തിപ്പോ നവ്യ പെട്ടെന്ന് അങ്ങോട്ട് അടുത്തേക്ക് വരുവാണ്. നയന നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അല്ല ഞാൻ പറഞ്ഞ അതെ ഇവ പറഞ്ഞ എന്താണെന്നറിയാവോ? ഇനിയിപ്പം ഞാൻ പ്രഗ്നന്റ് അല്ല, ഞാൻ പ്രഗ്നന്റ് ആയത് കല്യാണത്തിന് മുമ്പാന്നുള്ള സത്യങ്ങൾ എല്ലാവരും അറിയും. അപ്പൊ അങ്ങനെയൊക്കെ അമ്മ അവിടെ പറഞ്ഞായിരുന്നല്ലോ. ജലജ ആ കാര്യമൊക്കെ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാ എല്ലാവരും തെറ്റിദ്ധരിച്ചാലൊന്ന് വിഷമിച്ചിട്ട് അവള് ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് പറഞ്ഞേ. നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞേ. അതാണ് പിന്നെ ആർക്കും സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും 100,000 ചോദ്യങ്ങളായിരിക്കും. കല്യാണത്തിന് മുമ്പാണ് പ്രഗ്നന്റ് ആയത്. അപ്പൊ എല്ലാവരുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരുമല്ലേ. അതുകൊണ്ടാണ് ഇവൾ അങ്ങനെ പറഞ്ഞെന്ന് പറയാണ്. അവിടെ നയനയ്ക്കൊന്നും പറയാൻ പറ്റാതൊന്നും. നയന സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് ഓർത്തിരുന്ന. പിന്നീട് നയനയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. ആ നയന ഇങ്ങനെ നിൽക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.